സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മിയെ വരുൺ വിളിക്കുകയാണ്. എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് വരുൺ. ഈ സമയം അത് നന്നായിരുന്നു മോനെ, കൺമണി ശരിക്കും പെട്ടുപോയി, ഇനി അവൾക്ക് ഇതിൽ നിന്ന് തലയൂരാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. മോൻ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് ഈ കല്യാണം എന്തായാലും നടത്തിയിരിക്കും, വാക്ക് ഒരിക്കലും ധനലക്ഷ്മി തെറ്റിക്കില്ല, ഈ ധനലക്ഷ്മി നേരും നെറിയും ഉള്ളവളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. ഇതേ സമയം വരുൺ വേറെന്താ വാഗ്ദാനം കൊടുക്കുകയാണ്. ഇത് കേട്ട് കൺമണിയുടെ കണ്ണ് തള്ളി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കൺമണി ഓഫീസിൽ എത്തുകയാണ്. ആകെ വിഷമിച്ചിരിക്കുകയാണ് കൺമണി ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് കൃഷി ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയം കൺമണിയെ കാണാനായിട്ട് വരുൺ അലികയിൽ എത്തുന്നുണ്ട്. അലികയിൽ കൺമണിയെ കാണുന്നതിനായിട്ട് അകത്ത് കിടക്കുന്നതിന് മുൻപ് അമ്മായിമാരെ കാണുകയാണ് കേട്ടോ വരുണിന്റെ മുൻപിലേക്ക് അവരല്പം ചമ്മലോടെയാണ് ചെല്ലുന്നത്. ഇത് കാണുന്ന വരുൺ, അമ്മായിമാരെ കണ്ടത് നന്നായി, ഞാൻ ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുകയായിരുന്നു, നിങ്ങൾ എന്തായാലും കൺമണിയും എൻ്റെയും വിവാഹം നടത്തി തരണം, അതിന് നിങ്ങൾ അവളെ സമ്മതിപ്പിക്കണം, അതിനുള്ള പ്രതിഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്ന് ഞാൻ ആ വീട് നിങ്ങൾക്ക് എടുത്തു തരാം എന്ന് പറയുന്നുണ്ട്. എൻ്റെയും കൺമണിയുടെയും വിവാഹം ആ വീട്ടുമുറ്റത്ത് വെച്ച് നടക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ വരുൺ. നിങ്ങൾ ഞങ്ങളുടെ വിവാഹത്തിന് മുൻപിനുണ്ടാകണമെന്നും വരുൺ പറയുന്നുണ്ട്. ഇത് കേട്ട് മുൻപിലല്ല, ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഭാമ. എന്നിട്ട് അവർ സന്തോഷത്തോടെ അതിന്ന് സപ്പോർട്ടാണെന്ന രീതിയിൽ വരുണിൻ്റെ കയ്യിൽ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൺമണിയുടെ അടുത്ത് വരികയാണ് കൃഷ്. എന്ത് പറ്റി കൺമണി, ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, നമുക്കിന്ന് ആഘോഷിക്കണ്ടേ, എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമാണെന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. നമുക്കിത് ആഘോഷമാക്കാം കൺമണി, ഇവിടെ എല്ലാവരെയും നമുക്കിത് അറിയിക്കാമെന്ന് പറയുമ്പോൾ ഒരാഘോഷവും പാർട്ടിയും മനുഷ്യൻ ഇവിടെ തീ തിന്നുമ്പോഴെന്ന് പറഞ്ഞ് കൺമണി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. ഇത് കണ്ട് കൺമണിക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ കൃഷ്ണ.